എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷാർജയിലെ ഒരു വില്ല ടൂറാണ്. ഇത് ആക്ച്വലി എൻ്റെ കൂടെ ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്ന ഞങ്ങളുടെ മാനേജർ ഷാർജ സസ്റ്റൈനബിൾ സിറ്റിയിൽ വാങ്ങിയിട്ടുള്ള അവരുടെ സ്വന്തം വില്ലയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചോ ഇങ്ങനെയുള്ളൊരു പോസിബിലിറ്റിയെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആർക്കും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഈ ഷാർജ സസ്റ്റൈനബിൾ സിറ്റിയിൽ ഇവിടെ ഒരു 4 ഫേസ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് സെക്കൻഡ് ഫേസിലാണ് ഈ വില്ല വന്നിട്ടുള്ളത്. നമ്മൾ അവിടെ ഉള്ള എല്ലാ സ്റ്റാഫിനും ഇന്ന് ഇതിൻ്റെ അകത്ത് ഗെറ്റ് ടുഗെദറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാളിറ്റി ടൈം കിട്ടാനും എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ആ വില്ല കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്തും നമ്മളെല്ലാവരും കൂടി ഇന്നിവിടെ കൂടുകയാണ്. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ അകത്ത് വിസിറ്റേഴ്സിന് വേറെ തന്നെ പാർക്കിങ്ങും അതുപോലെ റെസിഡൻസിന് അവർക്ക് സ്വന്തമായിട്ട് 2 പാർക്കിംഗ് സ്ലോട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് ഈ 2 പാർക്കിംഗ് സ്ലോട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് ആ പാർക്കിംഗ് സ്ലോട്ടിലേക്കാണ്. ഇനി ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പുറത്ത് കാണുന്ന പോലെയല്ല. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഒരു ലക്ഷറിയസ് ഫീലിങ്ങും അതുപോലെ തന്നെ ഭയങ്കര കാമായിട്ടുള്ളൊരു ഫീലിങ്ങും ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്ങും നമുക്ക് ഈ വീടിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി പതുക്കെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. ഒരുപാട് ആളുകളുണ്ടായിരുന്നു അന്ന് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് അതിൻ്റേതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എല്ലാവരും അവർക്ക് പറ്റുന്ന വിധത്തിലൊക്കെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. കയറി ചെന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു കോമൺ വാഷ്റൂം വരുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ ലിവിങ് ഏരിയ വരുന്നുണ്ട്. ഇത് അവിടുത്തെ കോമൺ ലിവിങ് ഏരിയ ആണ്. ആ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഏരിയ കൂടി വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഇവർ വീടെടുത്ത സമയത്ത് തന്നെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മാനേജർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവർ വാങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഖുറാനിക് എലമെൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് വീട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത, ഈ വീടിന് പേര് വെച്ചിട്ടുള്ളത് ബൈത്തൽ ഷിഫ എന്നാണ്. അതാണ് ഞങ്ങളുടെ മാനേജർ. ആളാണ് ഈ വീടിന് വേണ്ടി കൂടുതലും ബുദ്ധിമുട്ടിയതും ഒരുപാട് ആഗ്രഹിച്ചതും ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റ്സും സെറ്റ് ചെയ്തതും. അവിടുന്ന് നേരെ കയറി വരുമ്പോൾ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ലേഡീസ് ലിവിങ് ഏരിയ കൂടി വരുന്നുണ്ട്. ഓപ്പൺ കിച്ചണിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു TV യൂണിറ്റോട് കൂടി വീടിൻ്റെ ബാക്ക് യാർഡിലേക്ക് കൂടി ആക്സസ് ഉള്ള രീതിയിലാണ് ലേഡീസ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇത് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള റെഫ്രിജറേറ്ററാണ്. ഈ ഓപ്പൺ കിച്ചണിൽ നിന്ന് നേരെ ചെല്ലുമ്പോൾ വർക്കിംഗ് സ്പേസ് ആയിട്ട് മറ്റൊരു ഏരിയ കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലാണ് ഇവരുടെ ഒരു സ്റ്റോർ ഏരിയയും അതുപോലെ വാഷിംഗ് മെഷീനും ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടിയും ആക്റ്റീവായിട്ടുള്ളൊരു വർക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അതിൻ്റെ അകത്ത് തന്നെ വേറൊരു റെഫ്രിജറേറ്റർ സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിലാണ് ഇതിൻ്റെ അകത്ത് 4 ബെഡ്റൂം വരുന്നത്. ഇതൊരു 4 ബെഡ്റൂം വില്ലയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി കാണാൻ പറ്റുന്ന ആ ഒരു ഏരിയയൊക്കെ നമ്മൾ കയറി കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് നിറച്ച ആളുകളായിരുന്നു. അതുപോലെ തന്നെ ആ വീട്ടിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവിടെ 4 ബോയ്സും അതേപോലെ അവരുടെ പാരൻസും പിന്നെ ഈ മാനേജറുടെ പാരൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് നിറച്ച ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മൾ കയറി ചെന്ന് ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു ബെഡ്റൂമാണിത്.
മുകളിലത്തെ നിലയിൽ തന്നെ ഒരു ചെറിയ വാഷ് കൗണ്ടറും അതുപോലെ ഒരു അയൺ ഏരിയ കൂടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ വന്നിട്ടുള്ള 2 ബെഡ്റൂംസും അതുപോലെ ഒരു കോമൺ വാഷ്റൂമും കൂടിയാണിത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ അകത്ത് അറ്റാച്ച്ഡ് വാഷ്റൂമും അതുപോലെ തന്നെ ഒരു കബോർഡ് ഏരിയ വേറെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ടൈം വീടിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം അവർ കമ്മ്യൂണിറ്റിയിലെ ബാക്കി വിശേഷങ്ങൾ കാണാനൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ലേഡീസ് ജിമ്മ് വേറെ തന്നെയും അതുപോലെ മെന്നിനുള്ള ജിം സെഷൻ വേറെ തന്നെ അവർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഏരിയയും നമുക്ക് നടക്കാനുള്ള വാക്കിംഗ് ട്രാക്കും വേറെ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള റെസിഡൻസിന് ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്ന വിധത്തിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളൊരുപാട് നടന്ന് തളർന്നപ്പോൾ ബഗ്ഗിയിൽ കയറി നമ്മൾ അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലൊരു വഴിയിലൊക്കെ കാണുന്ന അതേ വൈബോടെ കൂടി തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാനും പറ്റുന്ന ഒരു എൻവയോൺമെൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു ദിവസത്തെ ലാസ്റ്റ് വ്യൂ. നമ്മളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ടീ പാർട്ടിയും കഴിഞ്ഞ് ബായ് പറഞ്ഞിറങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷം.